ആർക്കിടെക്ചറിലും AI വന്നിട്ടുണ്ട്. AI വരുന്നതോടുകൂടെ ഇനി ആർക്കിടെക്ട്സ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകൾ പറയാറുണ്ട്. പെക്കുള്ള സിസ്റ്റം വേണ്ട, എന്നാൽ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഏകദേശം ഒരു 10-15 ആൾക്കാർ ഈ ചുരുങ്ങിയ 5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ഒന്ന് സ്കെച്ച് ചെയ്യാം. എല്ലാം സർവറിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഇപ്പോൾ നമ്മുടെ ഓഫീസസിലൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ സ്റ്റാഫ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഈവനിങ് ക്ലോക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആനിമേഷൻ ഉണ്ട് അല്ലേ? ഇതെല്ലാം ഒരു ബേസിക് സിസ്റ്റത്തിൽ ഇരുന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഈ AI നമുക്ക് ഡിസൈൻ ചെയ്തു ഞങ്ങളെ പണിയൊക്കെ തീരും. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് സുൽത്താൻ ബത്തേരിയിൽ കുഹൂം ഇന്ത്യ AI ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ എല്ലാ മേഖലകളിലും AI വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കിടെക്ചറിലും AI വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലാണ് AI നമുക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇത് നമ്മൾ പോയി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. AI വരുന്നതോടുകൂടെ ഇനി ആർക്കിടെക്ട്സ് ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിൽ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് AI നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുൽത്താൻ ബത്തേരിയിലുള്ള കുഹൂം ഇന്ത്യ AI ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പഠിക്കാം. ഞാൻ ആർക്കിടെക്ചറിനും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും ഈ AI എന്ന് പറയുമ്പോൾ പല ആളുകൾക്കുള്ള പേടിയാണ് ജോലി പോകുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാനും ആർക്കിടെക്ചറിൽ AI വരുമ്പോൾ ഇതിനെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ആളുകൾ നമ്മളല്ലേ, ഡിസൈനേഴ്സും ആർക്കിടെക്ട്സും ആണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ, അതിൽ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, അവർ യൂഷ്വലി ഒരു ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഈ ഒരു സംഭവം. എന്നുവെച്ചാൽ ഔട്ട്പുട്ട് പെട്ട് റെൻഡറിങ് ആയിക്കോട്ടെ സമയം എടുക്കാതെ. അതെ, അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഹൈ സിസ്റ്റം സ്പെക്കിൻ്റെ ആവശ്യം വരുന്നില്ല, അതേപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആൾക്കാർ ആവശ്യം വരുന്നില്ല. എന്നാൽ എന്നിരുന്നാലും നമുക്ക് വർക്ക് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ വരുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യും, ഇതിൻ്റെ ഒരു പാക്കേജസ് എങ്ങനെയൊക്കെയാണ്, നിങ്ങൾ തന്നെ ഇതിനൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൂടെ ഫാസ്റ്റ് ആയിട്ടൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഐഡിയ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കമ്പനി ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അതിൻ്റെ കമ്പനിയാണ് കംപ്ലീറ്റ്ലി സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഒക്കെ കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 15 days ആണ് നമ്മൾ കൊടുക്കുന്നത് ടാർഗറ്റ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഫേമുകൾക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവർക്ക് കറക്റ്റ് 15 days നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കും. അതിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10-15 ആൾക്കാർ ഈ ചുരുങ്ങിയ 5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കറക്റ്റ് ജെന്യുവനായിട്ട് പറയാനുള്ള റീസണും. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, ആർക്കിടെക്ചർ ഫേംസിനും ഇന്റീരിയർ ഫേംസിനും ഒക്കെ നിങ്ങൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 100% കൊടുക്കും. നമുക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ സ്കെച്ചപ്പ് യൂസ് ചെയ്യുന്നു, ലൂമിയൻ യൂസ് ചെയ്യുന്നു, റെവിറ്റ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല സ്പെക്കുള്ള ഒരു സിസ്റ്റം വേണം, ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും വേണം. നമ്മുടെ ഈ കുഹൂം സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ സ്പെക്കുള്ള സിസ്റ്റം വേണ്ട, എന്നാൽ ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കുഹൂം ഇന്ത്യ മലപ്പുറത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. സുൽത്താൻ ബത്തേരിയാണ് മെയിനായിട്ട് ഓഫീസ് വരുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യ മൊത്തമാണ് ചെയ്തുകൊടുക്കുന്നത്. നമുക്ക് ദുബായ്, സൗദി എന്നൊക്കെ ക്ലയൻസുകളുണ്ട്. അപ്പോൾ എന്നാലും മെയിനായിട്ട് വരുന്നത് ഓൺലൈനാണ്. അതേപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ മലപ്പുറത്തുകാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ അവിടെ ഓഫ്ലൈനുള്ള സെറ്റപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മലപ്പുറം സ്പെഷ്യലാണ്. അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് മാത്രം അവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് അവർക്ക് ഓഫ്ലൈൻ ആയിട്ടുള്ള കംപ്ലീറ്റ് സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം ഫെബ്രുവരിയിൽ ഒരു 20th 24th ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഈ കുഹൂം സോഫ്റ്റ്വെയർ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്ത് അതെങ്ങനെയാണ് ഡിസൈൻ മീൻസ് അതിൻ്റെ 3D കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്ത് അതിനെ റെൻഡറായി വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്ലാൻ ഒന്ന് സ്കെച്ച് ചെയ്യാം, എന്നിട്ട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് ബെഡ്, 2 സൈഡ് ടേബിൾസ്,
രണ്ട് സൈഡിലും വലിയൊരു വിൻഡോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്കിനായിട്ടുള്ള ഒരു വാർഡ്രോബ്, അതിലേക്കുള്ള എൻട്രി, ഇങ്ങനെ ഒരു ബേസിക് ഒരു ഡിസൈൻ ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓട്ടോകാഡിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ കുഹൂം ആപ്ലിക്കേഷൻ ഇന്റർഫേസിൽ ഇട്ടിട്ട് അതിന് 3D ആക്കി അതിന് റെൻഡർ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഓട്ടോകാഡിൽ പ്ലാൻ ജസ്റ്റ് ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ കുഹൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന് കുറച്ച് സെറ്റപ്സ് ഉണ്ട്. നമുക്കതിൽ യൂഷ്വലി നമ്മൾ മില്ലിമീറ്ററിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യണം. അതിലുള്ള മോഡൽസുകളൊക്കെ നമുക്ക് മില്ലിമീറ്ററിൽ വരുന്നുണ്ട്. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കുഹൂമിൻ്റെ പേജ് ഓപ്പൺ ചെയ്യും. ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ പ്രോജക്റ്റിൽ വന്നിട്ട് ഇതാണ് ഇന്റർഫേസ് വരുന്നത്. നമുക്ക് 2 വേർഷൻസ് ഉണ്ട്, V4 V5. V4 എന്ന് പറഞ്ഞാൽ പഴയ വേർഷനാണ്, V5 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പേജിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസ് വരിക. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഓട്ടോകാഡിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഡ്രോയിങ്ങിലേക്ക് നമുക്ക് അതൊന്നെങ്കിൽ അത് PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓട്ടോകാഡ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇതാണ് നമ്മുടെ ടൂൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ വർക്കിംഗ് സ്പേസ്. ജസ്റ്റ് പ്ലാൻ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലാൻ ഇപ്പോൾ ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് 3D നോക്കിയാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാൻ അതേപോലെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോ കാര്യങ്ങളൊക്കെ അതെ, ബാക്കി നമുക്ക് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റാം. അതെ, മാറ്റാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന്റെ ഫസ്റ്റ് നമുക്ക് റൂം ഹൈറ്റ് ആണ്. റൂം ഹൈറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡിസൈനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ജസ്റ്റ് സൈഡിലാണ് ഓപ്ഷൻസ്, നമ്മുടെ ടൂൾസ് കംപ്ലീറ്റ്ലി ഇവിടെ ഉണ്ടാവുക. അതേപോലെ ഇവിടെ റെൻഡറിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ടൂൾസുകളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യാൻ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് പബ്ലിക് ലൈബ്രറിയിലെ മോഡലാണ്. ഇതിൽ കാണുന്ന അതേ മോഡൽ പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് നമ്മുടെ പബ്ലിക് ലൈബ്രറി വരുന്നത്. ഇതിൽ നമുക്ക് 1 million+ മോഡൽസ് ആണ് വരുന്നത്. ഫുൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഉണ്ട്, ഫിനിഷസ്, ഫർണിച്ചർ, ലൈറ്റിംഗ്. പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഡോറ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കൺസ്ട്രക്ഷനിൽ വന്ന് ഡോർസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഡോറുകൾ ഡിസൈനുകളുണ്ട്. അതേപോലെ തന്നെ ഒരു ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഓൾ എടുത്തതിന് കാണാൻ പറ്റും 105. ഒരു പേജിൽ തന്നെ നമുക്ക് 20+ മോഡൽസ് വരുന്നുണ്ട്. അങ്ങനെ 105 പേജസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ ഇപ്പോൾ സെലക്ട് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്യാം. നിങ്ങളുടെ റെഫറൻസ് ഉണ്ടെങ്കിൽ അത് രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഡോർ എടുക്കാം. നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലിപ്പ് അങ്ങോട്ടേ ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 3D കാണാൻ പറ്റും. ഓക്കെ, ഡോർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് എല്ലാം സെർവറിലാണ് നടക്കുന്നത്. അതേപോലെ ഇതിൽ ഓട്ടോ സേവ് ആണ്. ഓക്കെ, ഒരു 5 minutes കൂടും ഓട്ടോ സേവ് ആകും. ഇൻ കേസ് നമ്മൾ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്ത് പോയാൽ പോലും ഫയൽ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ആയത് അവിടെ തന്നെ ഉണ്ടാകും ഫയലിൽ. ഇപ്പോൾ നമ്മൾ ഡോർ വെച്ച് കഴിഞ്ഞു. അതെ, ഒരു വിൻഡോ പ്ലേസ് ചെയ്യാം. വിൻഡോ അതേപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് വിൻഡോ, ഫ്ലോർ ടു സീലിംഗ്, അതുപോലെ ബേ വിൻഡോ, സ്ലൈഡിംഗ് വിൻഡോസ് ഒക്കെ നമുക്ക് ഇതിലുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2D കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരേ സമയം 3D നമുക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3D നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ റൂമിന്റെ സൈസ് ഒന്ന് വലുതാക്കണം എന്നാണെങ്കിൽ നമുക്ക് വലുതാക്കാൻ പറ്റും. വലുതാക്കാം. നമുക്ക് ഒരു വാൾ പിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നമുക്ക് റൂം കുറച്ചും കൂടെ ഒന്ന് വലുതാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ചെയ്യും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബോസിന് ഫോണിലോ മറ്റോ ഓവർവ്യൂ ചെയ്യാൻ പറ്റും? സ്റ്റാറ്റസ് എന്താ? ഞാനിപ്പം ജസ്റ്റ് എന്നോട് ഇന്നൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ റൂം എനിക്കിന്ന് റെൻഡർ ചെയ്ത് കാണിച്ചെടുക്കണമെങ്കിൽ ഞാൻ റെൻഡറിൽ ഇട്ട് കഴിഞ്ഞാൽ സാറിന് അവിടെ നിന്ന് കയറി വെക്കാം എൻ്റെ എവിടെ എത്തി പ്രോഗ്രസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓഫീസസിലൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ സ്റ്റാഫ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഫ്ലോർ മാറ്റണമെന്നുണ്ടെങ്കിൽ ടൈല്, ഫ്ലോറിംഗ്, നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിലും ഏത് ഫ്ലോറിംഗ് ആണ് വേണ്ടത് വെച്ചാൽ
അത് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്താൽ മതി. അതായത് റിയലായിട്ട് നമ്മൾ വീട് പണി ചെയ്യുന്നത് പോലെ ഫ്ലോറൊക്കെ ചെയ്ത് അതിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ നോക്കി ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ഡീറ്റെയിലും കാര്യങ്ങളും ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് ആ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് ചെയ്തു പോകാം. ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഫ്ലോർ എഡിറ്റിൽ നമുക്ക് എത്ര അപ്രോക്സ് എത്ര തിക്നെസ് കൊടുക്കണം, ഏത് കളർ കൊടുക്കണം ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബെഡ് പ്ലേസ് ചെയ്യാം. ബെഡിൽ വരുന്ന സമയത്ത് ഫേർണിച്ചറിൽ വന്നാൽ കാണാൻ പറ്റും ഒരു കാര്യത്തെ. അതേപോലെ ഇതിൽ നമുക്ക് മോഡൽസുകൾ വരുന്ന സമയത്ത് മോഡലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമ്പോൾ സ്കെയിൽ ചെയ്യാം, മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യാം. ഏത് മെറ്റീരിയലും പ്രീസെറ്റ് വരുന്ന മോഡൽസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിന്റെ ടെക്സ്ചർ ഒക്കെ മാറ്റി സ്കെയിൽ ചെയ്യാം. ഏത് ടെക്സ്ചർ വേണം കൊടുക്കാം. നമ്മൾ അല്ലാതുള്ള സോഫ്റ്റ്വെയർസ് നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രീസെറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവും. ഇതിൽ കുറെ മോഡേണും ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ സ്റ്റൈലിലുള്ള നിങ്ങൾ പോരാത്തതിന് എല്ലാ വീക്കിലും അപ്ഡേഷൻസും അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആണ്. നമുക്ക് ഇവിടേക്കുള്ള ബെഡ് സെലക്ട് ചെയ്യാം അല്ലേ. നല്ല സോഫ്റ്റ്വെയർ നോളജ് ഉണ്ടെങ്കിലാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പല സോഫ്റ്റ്വെയർസിലും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുക. നമ്മളൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ ഒരു 2 weeks കൊണ്ടൊക്കെ ഈ ലെവലിൽ നമുക്ക് ഈ ലെവലിൽ എടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ പറയല്ലേ, നമ്മൾ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 1 hour നമ്മൾ പഠിപ്പിച്ചും കൊടുക്കും, നെക്സ്റ്റ് 1 hour നമ്മൾ ട്രെയിനിങ് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഒരു കോഴ്സ് കഴിയുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി ഒരു ബെഡിലേക്ക് വേണ്ട ഒരു സൈഡ് ടേബിൾ ആണെങ്കിൽ ഓൾറെഡി ഇതിൽ സൈഡ് ടേബിൾ വരുന്ന ബെഡുകളുണ്ട്. കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പാനലിംഗ് ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തിട്ട് ഒരു ഫ്ലൂട്ടഡ് പാനലൊക്കെ പോലത്തെ ഒരു സാധനം ആഡ് ചെയ്യണം അല്ലേ. അതെ. അപ്പോൾ നമ്മുടെ വാൾ പാനലും നമ്മൾ ചെയ്ത് നമുക്കൊരു സീലിംഗ് കൂടി ചെയ്തിട്ട് കർട്ടൻ കൊടുക്കാം. സീലിംഗ് നമുക്ക് ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് സീലിംഗുകൾ വരുന്നുണ്ട്. നമുക്ക് 2 ടൈപ്പ് സസ്പെൻഡഡ് സീലിംഗ്, പാരാമെട്രിക് സീലിംഗ്. ഇതിലുള്ള സീലിംഗ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ലൈറ്റിംഗ് ഒക്കെ മാറ്റി നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സീലിംഗ് തന്നെ എഡിറ്റ് ചെയ്യാം. വിവിധപ്പെട്ട സീലിംഗ് ഇതിന്റെ ഓപ്ഷൻസിൽ കാണാനുണ്ട്. അതെ, ഇതിനപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഇന്റർഫേസ് വരുന്നത്. ഈ നമുക്ക് എഡിറ്ററിൽ വരുന്ന സമയത്ത് വാൾ എഡിറ്റർ, സീലിംഗ് എഡിറ്റർ, ഫ്ലോർ എഡിറ്റർ ഉണ്ട്. നമ്മൾ ഓരോ എഡിറ്ററിലേക്ക് പോകുന്ന സമയത്ത് അതിന് വേണ്ട മെറ്റീരിയൽസും മോഡൽസും ആയിരിക്കും സൈഡിൽ. അതാണ് സീലിംഗുമായി ബന്ധപ്പെട്ട ലൈറ്റുകളും കാര്യങ്ങളൊക്കെ. അതെ, ഇനി ഫ്ലോറിലേക്ക് പോയാൽ ഫ്ലോറിന് മാത്രമുള്ള മോഡൽസ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു സാധാരണ സിമ്പിൾ സീലിംഗ് ഈ കാണുന്നതാണ് സീലിംഗ്. 4 സൈഡിലും ചെറിയ കോവൊക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ്. ഇനി നമുക്ക് ഇതിലേക്ക് ഡൗൺ ലൈറ്റ്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടാണ് കോവൊക്കെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് ആദ്യം ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഡൗൺ ലൈറ്റിന്റെ കേസിൽ ശരി. അറേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഈ ഓട്ടോകാഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അറേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സിമിലർ ആയിട്ടുള്ള ഒരു സാധനം തന്നെ പെട്ടെന്ന് കഴിയും. വളരെ ഈസി ആയിട്ട് ലൈറ്റ് ഫുള്ള് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഫാൻ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതെ, ലൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ട്രാക്ക് ലൈറ്റ്സ്, COB എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ 360 ഔട്ട്പുട്ട് കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ യൂസർ എന്ന് പറയുന്ന ആൾക്ക് 360 അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് VR വെച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാം. അത് മൊത്തം കറങ്ങി കാണാം. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ കർട്ടനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കർട്ടന്റെ ഫാബ്രിക്കിന്റെ മെറ്റീരിയലിനടക്കം നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കത് എടുത്തിട്ട് വേണമെങ്കിൽ ഒരെണ്ണത്തിനകത്ത് അത് ചേഞ്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഐഡിയേഷൻ ചെയ്ത ഒരു സാധനമാണ് പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ ഇരുന്ന് അതിനെ മൊത്തം മെറ്റീരിയൽ ചെയ്ത് എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ടിലേക്ക് അല്ലേ. ഈ ക്ലോക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആനിമേഷൻ ഉണ്ട് അല്ലേ, മൂവ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ കറക്റ്റ് നമുക്ക് ആ മൂവ്മെന്റ് കിട്ടും. ശരി, അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഇങ്ങനത്തെ ഒരു മെറ്റാലിക് ക്ലോക്ക് എടുത്തിട്ട് കൂടെ ഇതിൻ്റെ ഒരു ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലെ വാർഡ്രോബും എല്ലാ ഡീറ്റെയിലും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി നമുക്ക് റെൻഡറിലേക്ക് പോവാം. നമുക്ക് ഇതിൽ ഇത്രയും ഇതാ വരുന്നത്. ഇതൊരു പ്രോ അക്കൗണ്ട് ആണ്. ഇതിൽ ഇത്രയും ടൈം കോൾ റെസൊല്യൂഷൻസ് ആണ് വരുന്നത് പെർസ്പെക്റ്റീവ്. ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി പാക്കേജസ് ഉണ്ട്. അതെ, കുറെ കൈൻഡ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. 8K വരെ നമുക്ക് ചെയ്തെടുക്കാം. അതുകൂടെ ഒന്ന് കാണിച്ചാൽ എങ്ങനെയാണ് വ്യൂ സെറ്റ് ജസ്റ്റ് ഒന്ന് പ്ലാനിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒക്കെ പ്ലാൻ തന്നെ നമ്മൾ ക്യാമറ ക്യാമറയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിപ്പോ ഒരു വ്യൂ പിടിക്കാൻ പോകുന്നത്.
നമുക്ക് 1K 2K 4K വരുന്നുണ്ട്. ഇത് അൺലിമിറ്റഡ്സ് ആണ്, ഇത് നമുക്ക് ലിമിറ്റഡ്, നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇത് പകലാണോ? കാരണം പകലാവുന്ന സമയത്ത് ജനലിൽ കൂടെ ഒരു സൺലൈറ്റ് ഒക്കെ വരും. കേർട്ടന്റെ മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷിയർ കേർട്ടനൊക്കെ ആണെങ്കിൽ കേർട്ടൻ ഒന്ന് കത്തിയൊക്കെ അങ്ങനത്തെ എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് നമുക്ക് അതെ നമുക്ക് ലൈറ്റിംഗിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നമുക്ക് 13 ടെംപ്ലേറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ലൈറ്റിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ലൈറ്റ് ടെംപ്ലേറ്റ് ആണോ, ഡേ ടൈം, നൈറ്റ് ടൈം, അതുപോലെ റിയലിസ്റ്റിക് ഔട്ട്ഡോർ ലൈറ്റുകൾ, അതുപോലെ വാം ഒരു ലൈറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻഡോർ ഡേ ടൈം എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള 360 എൻവയോൺമെന്റ് വരും. എൻവയോൺമെന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. 360 നമുക്ക് ഏതാണ് നമ്മൾ വിൻഡോയിലൂടെ കാണേണ്ടത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം നൈറ്റ് ടൈം ആണെങ്കിൽ നൈറ്റിലേക്കുള്ള ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ ലൈറ്റ് കസ്റ്റമൈസിംഗിൽ വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. പ്രീസെറ്റ്സ് കുറേ ഉണ്ട്, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഇരുന്നോട്ടെ, ഒരു വിൻഡോ കൂടെ സൺലൈറ്റ് കുറച്ച് ഇതാ സൺലൈറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. സൺലൈറ്റ് ഉണ്ട്, അതിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ടൈമോ രാവിലെ വേണോ രാത്രി വേണോ അതിന്റെ ടെമ്പറേച്ചർ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ടോപ്പിൽ പോണോ അല്ലെങ്കിൽ സൈഡിൽ പോണോ ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ബേസിക് സിസ്റ്റത്തിൽ തീർന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അത് നമുക്ക് ട്രയൽ എടുത്ത് നോക്കാം. ട്രയൽ എടുത്ത് നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ വന്നിട്ട് എനിക്ക് ജസ്റ്റ് ഞാൻ പെർസ്പെക്റ്റീവിൽ എടുത്തു. ഞാൻ ലോ ക്വാളിറ്റിയിൽ ഇടാം. നമുക്കൊരു ഔട്ട് റെഡിയാകും. ഇതാണ് നമ്മുടെ ഔട്ടിൽ. ഓക്കെ, അപ്പോൾ ഫൈനലി ഒരൊറ്റ മിനിറ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ? അതെ. ഇത് ഇത്രയും സമയം എടുത്തത് ഇത് ചെയ്യുന്നതിന്റെ കൂടെ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞുതരും കൂടെ ചെയ്തിട്ടാണ് ഇത്രയും സമയം എടുത്തത് തോന്നുന്നു. അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 2D ഇമേജ് കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റൂം ഫുള്ള് നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഒരു 360 ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര സമയം എടുക്കും? ഇത് ടൈം തന്നെ മതി. ഇതേപോലെ തന്നെ ഒരു ക്ലിക്കിൽ ഒറ്റ ക്ലിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. കാണുന്നുണ്ട്. അതെ, 360 വരുന്ന സമയത്ത് ഒന്നും കൂടി കൂടി നമുക്ക് ഓപ്ഷൻസ് കൂടുതലാണ്. 32K ഉണ്ട്. അത് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് വേറെ തന്നെ ഇതിൽ പർച്ചേസ് 12K വരെ നമുക്ക് ഈ ഒരു പാക്കേജിൽ ചെയ്യാൻ പറ്റും. ക്യാമറ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എല്ലാ ഔട്ടും കാണും സൈഡിൽ എങ്ങനെയാണ് അതിന്റെ 360 ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് റൂമിനകത്ത് നിന്ന് ഫുൾ ആയിട്ട് കാണാം. ഈ 360 എത്ര സമയം എടുക്കുന്നുണ്ടാവും? ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം ഓഫ് ആയി പോയ പ്രശ്നം ഒരു പ്രശ്നമില്ല. നമ്മളിപ്പോ ഇത് എല്ലാ റെൻഡറിംഗും ഇട്ടു ഒരു അറ്റ് ടൈം 20 റെൻഡറിംഗ് ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് വന്ന് ഓൺ ചെയ്ത് അവിടെ ഒരു പ്രശ്നം. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് പലപ്പോഴും ലൂമിയോളൊക്കെ ആണെങ്കിൽ ഒരു റെൻഡർ ഇട്ടാൽ പിന്നെ അത് റിസൾട്ട് കിട്ടിയാലേ. ഇത് ഇട്ടിട്ട് നമുക്കിപ്പോൾ അറ്റ് ടൈം ഒരുപാട് റെൻഡറിംഗ് ഇടാം. വീഡിയോ ഇടാം, പെർസ്പെക്റ്റീവ് ഇടാം, 360 ഇടാം, എല്ലാ കാറ്റഗറിയിലും ഇടാം. ഇട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഏറ്റവും വലിയ നമ്മുടെ ഫേമുകളുടെ ഒരു കൺസേൺ ആണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ സെർവറിലാണ് നമ്മുടെ വർക്കുകളെല്ലാം എടുത്തിരിക്കുന്നത്. ഇത് നമുക്കറിയാത്ത ഏതൊരു സെർവറിലാണ് വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഡാറ്റ ലോസിനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വർക്ക് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ടോ? അതിനെങ്ങനെ നമുക്ക് ഈ നമ്മൾ സാർ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് മാത്രമായിരിക്കും യൂസർ ഐഡിയും പാസ്വേഡും. പിന്നെ അവരുടെ കയ്യിൽ മാത്രം. അപ്പോൾ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവരോട് സപ്പോർട്ട് ചോദിക്കാം. അതല്ലാതെ തന്നെയാണെങ്കിൽ നമുക്ക് ഒരു ലോസും വരില്ല. നമ്മൾ യൂസർ ഐ ഡി പാസ്വേഡിൽ എപ്പോഴും അത് സെക്യൂർ ആയിട്ട് അവിടെ ഉണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി ഒരു ആർക്കിടെക്റ്റോ ഇന്റീരിയർ ഡിസൈനറോ അല്ലാത്ത ആൾക്ക് പോലും ഈ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി ഒരു ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റും. അതെ, നമുക്ക് അവർക്ക് ഫസ്റ്റ് മുതലേ നമ്മൾ ഓരോന്ന് പഠിച്ചു. അവർക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും, പക്ഷെ ചെയ്യാനായിരിക്കും അറിയാത്ത ഉണ്ടാവും. ഞങ്ങളെ പണിയൊക്കെ തീരും. ഏതായാലും നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഓട്ടോകാഡ് ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓട്ടോകാഡ് വന്ന സമയത്ത് ഒത്തിരി ഡ്രാഫ്റ്റ്മാരുടെ ജോലി പോയി. കാരണം പണ്ട് നമ്മൾ പേപ്പറിൽ ഇരുന്നിട്ട് വരയ്ക്കുകയും ചെയ്യാം. ഓട്ടോകാഡ് വന്നപ്പോഴേക്കും അതൊരു പുതിയ ടൂൾ, കുറെ കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളായി മാറി. അത് കഴിഞ്ഞ് 3D ചെയ്യുന്ന, പണ്ട് ഫിസിക്കൽ മോഡലാണ് ചെയ്യുക എല്ലാവരും. നമ്മൾ മറ്റേ മോം കാർഡിലൊക്കെ കട്ട് ചെയ്ത് ഫിസിക്കലായിട്ട് മോഡൽ ഉണ്ടാക്കിയെടുക്കുക. 3D മോഡൽ വന്നപ്പോൾ അത് പോയി. സ്റ്റിൽ വലിയ പ്രോജക്റ്റിനൊക്കെ നമ്മൾ ഫിസിക്കൽ മോഡൽസ് ചെയ്യും. എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഡക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് പവർ ഫെയിലിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റയർ വർക്ക് നമ്മളൊരു ലാപ്ടോപ്പിലേക്ക് വേറൊരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഓൺ ദ മൂവിൽ നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ ത്രോട്ടും ചെറുതായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ്
നമ്മൾ പല ടൂൾസ് പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ടൂളായിട്ട് നമുക്ക് നമ്മുടെ ഓഫീസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ 3D ഒക്കെ നമ്മൾ എടുത്തു നിങ്ങൾ കണ്ടു. ഇന്ന് നമുക്ക് ഇതിന്റെ ഫർദർ ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് നമ്മുടെ കമ്പനിയുടെ ലോഗോ ആഡ് ചെയ്യണം, ക്ലയന്റിന്റെ നെയിം ആഡ് ചെയ്യണം, കമ്പനി നെയിം. ഇത് നമ്മൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യാം. അതെ, പോസ്റ്റ് പ്രൊഡക്ഷൻ പണികളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യും. ഇനി നമുക്ക് വരുന്നത് കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഏരിയയാണ്. ഡീറ്റെയിൽ ഡ്രോയിങ്ങുകൾ കിട്ടുന്നത്. അതായത് നമ്മൾ പണി മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റ് ഓക്കെ പറഞ്ഞു ഇനി ഇത് സൈറ്റിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല മെറ്റീരിയൽസും അതിന്റെ ഡ്രോയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡ്രോയിങ്ങിൽ ജസ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഒരു ടാബ് ഉണ്ട് അവിടെ, കൺസ്ട്രക്ഷൻ ഡ്രോയിങ് എന്ന് പറഞ്ഞു. ഡ്രോയിങ് ഉണ്ടാക്കും. അതിൽ നമുക്ക് ഓരോ ഇപ്പൊ ഒരു 4 വാൾ ആണെങ്കിൽ 4 വാളിന്റെ സെക്ഷൻസ് എടുക്കാം. ഓക്കെ, എല്ലാ ഡയമെൻഷൻസും അതെ, ഓട്ടോ അനോട്ടേഷനിൽ വരും. അതെല്ലാം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ഡ്രോയിങ് കഴിഞ്ഞാൽ ഇനി 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫ്ലോർ പ്ലാൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പ്രപ്പോസൽ കൊടുക്കുന്ന സെറ്റപ്പ്. നമ്മൾ പ്ലാൻ പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കളർഫുൾ പ്രസന്റേഷൻ, അപ്പൊ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രസന്റേഷൻ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഓട്ടോക്യാഡിൽ പ്ലാൻ വെച്ച് ജസ്റ്റ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ബാക്കി മൊത്തം നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാം. ഓക്കെ, ആ കളറൊക്കെ കൊടുത്തിട്ടുള്ള ഫോർമാറ്റിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെ. ഇനി ഉള്ളത് ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ബിൽ ഓഫ് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ മിസ്റ്റേക്ക് ആവുന്നുണ്ട്. അവരൊരിക്കും കട്ടിംഗ് ലിസ്റ്റ് ഒക്കെ കിട്ടും. അതില്ല, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ എന്തൊക്കെ മോഡൽസ് യൂസ് ചെയ്തു അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടും. അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലേക്കായിരിക്കും ഡൗൺലോഡ് ആവുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എക്സൽ ഷീറ്റ്സ് ആയിട്ട് ഉണ്ടാകും. അപ്പൊ 2 ടൈപ്പ് എക്സൽ ഷീറ്റ് ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിലുള്ള കംപ്ലീറ്റ് മെറ്റീരിയലിന്റെ എക്സൽ ഷീറ്റ്, ബാക്കിയുള്ളത് ഓരോ മോഡലിന്റെയും സെപ്പറേറ്റ് എക്സൽ ഷീറ്റ്സ് ഉണ്ടാവും. അതെ, ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന മെറ്റീരിയലുകൾ. ഓക്കെ, നമ്മള് ഓഫീസിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പല പല ആളുകൾ ചെയ്യുന്ന പണിയാണ്. അതിന് നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമില് AI സപ്പോർട്ടോട് കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ AI ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ആദ്യം നമ്മൾ ബെഡ്റൂം ജസ്റ്റ് ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യാം അല്ലേ? അതല്ലേ കാണുന്നത്. അപ്പൊ ഇനി AI നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഇനി AI ആണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് ലേഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു അനദർ ഓപ്ഷൻ നമുക്ക് തന്നു. ജസ്റ്റ് നമ്മൾ AI ടെംപ്ലേറ്റ് വെച്ച് ചെയ്തതാണ്. ശരി, ഇത് ഇങ്ങനെ എത്ര ഓപ്ഷൻ തരും? ഒരുപാട് ഓപ്ഷൻസ്. അവിടെയാണ് ഹൈലൈറ്റ്. നമ്മളിപ്പോ ഓഫീസിൽ ഇരുന്ന് മാനുവലി ചെയ്യാനായിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു 1 ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ നമ്മൾ വീണ്ടും ഇരുന്നിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഇവിടെയാണ് AI-ന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കൊരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷെ നമ്മുടെ ക്രിയേറ്റീവ് സാധനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ AI ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയറിൽ ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണത്. നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയി ചെയ്താൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാലും ഈ സോഫ്റ്റ്വെയർ മുഴുവൻ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പറയുന്ന കുഹൂം ഇന്ത്യ ഈ ഡിസൈൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ടൂള് പഠിക്കാനായിട്ട് നമ്മുടെ AI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ഒത്തിരി തരത്തിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വീക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്റ്റ് കൊടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് ഒരു ആർക്കിടെക്ചർ ഫേമിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഫേമിൽ ഏതൊക്കെ രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണ ആൾക്കും വേണമെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും.